ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അവർക്ക് ഇന്ത്യയിൽ പലയിടത്തും ജോലിയില്ലാതാകും. അവരുടെ ഡോമിനേഷനും മേൽക്കോയ്മയും നശിക്കും. കാരണം അതിൻ്റെ പ്രധാന കാരണം എന്തുവാ? അവർക്ക് ബേസിക് എഡ്യൂക്കേഷനും ഹെൽത്തും പരിപാടികൾ. കാരണം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കത്തില്ലല്ലോ. ഈ പറയുന്ന പാസ്റ്റർമാരും പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരും ഉറപ്പായിട്ടും മലയാളികൾ മുൻകൈ നിന്ന് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, ഇവർക്ക് അറിവ് കിട്ടി, തുടർന്ന് ഇവർക്ക് പഠിക്കാൻ സാധിച്ചു. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെങ്കിലും നശിപ്പിക്കുക, അതാണ് ഈ പറയുന്ന അപ്പർ കാസ്റ്റ്, ഈ പറയുന്ന താക്കൂർമാരും ഈ പറയുന്ന ബജറാങ് ദളും അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ ആവശ്യം. ഇവിടെയാണ് ഗെയിം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഈ ഫൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഫൈറ്റ് പോകുന്നത്? ഇന്ത്യ മുഴുവൻ ഈ ഫൈറ്റ് ഉണ്ടാകും. ഈ ഫൈറ്റ് ഇന്ത്യ മുഴുവൻ കത്തുന്ന രീതിയിലോട്ടങ്ങ് മാറും. കാരണം ദളിത് കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ റൈറ്റ് ചോദിക്കും. അവരെ തൊടാൻ പറ്റത്തില്ല ഇനിയും. അതുകൊണ്ട് തന്നെയാണ് പല ഹിന്ദു സമ്മേളനങ്ങളിലൊക്കെ, അതായത് അപ്പർ കാസ്റ്റ് സമ്മേളനങ്ങളൊക്കെ താഴെ കൊണ്ട് അംബേദ്കറിന്റെ പടം വെക്കുന്നത്. അതായത് അംബേദ്കർ വാദിയും അതേപോലെ തന്നെ ഭീംസേന, ഇതൊക്കെ ഭീം ആർമി, ഇതൊക്കെ വലിയ സംഭവമായിട്ട് മാറാൻ പോവാണ്. ഉറപ്പായിട്ട് അവർ ബജറാങ് ദളിനെ കൗണ്ടർ ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർ കൗണ്ടർ ചെയ്യും. ഇതുണ്ടാകാൻ ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. അതോടുകൂടി അപ്പർ കാസ്റ്റിന്റെ വെടി ഇന്ത്യയിൽ തീർന്നു പോകും. അതായത് സംഘപരിവാർ സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഇതാണ് RSSന്റെ ഏറ്റവും വലിയ ഭയം. കാരണം ഇവർ എഡ്യൂക്കേറ്റഡ് ആകാൻ പാടില്ല. ഇവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവരുടെ മേൽക്കോയ്മ നശിക്കും. ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് ഈ പറയുന്ന കൊട്ടാരക്കര കരിക്കത്തുള്ള ജോസ്. ഇതേപോലെ പല ആൾക്കാരും വിക്റ്റിം ആകുന്നുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള പേഴ്സിക്യൂഷനും ഇതേപോലെ വിക്റ്റിമൊക്കെ ഉണ്ടാകുമ്പോൾ ചരിത്രം പറയുന്ന ഏറ്റവും വലിയ സത്യമാണ്, ഈ മൂവ്മെന്റ് അതിൻ്റെ 1000 ഇരട്ടി തഴച്ചു വളരും. അതുതന്നെയാണ് ജോസ് തോമസിന്റെ ഇഷ്യൂവിൽ ഉണ്ടാകുന്ന മുഴുവനും ദരിദ്രരായിരുന്നു, ദളിറ്റ്സ് ആയിരുന്നു, ബാക്ക്വേർഡ് ക്ലാസ് ആയിരുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവരോട് സുവിശേഷം പറഞ്ഞു, അവരുടെ റൈറ്റ് അവരോട് പറഞ്ഞു കൊടുത്തു, അവൻ്റെ വലത് കൈയും ഇടത് കൈയുടെ ഉപയോഗം പറഞ്ഞു കൊടുത്തു, അവൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇതിലെന്ത് തെറ്റാ ഉള്ളത്? മനുഷ്യനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം. പക്ഷേ ഇന്ത്യയിലൊരു സ്വഭാവം അനുസരിച്ചും ഈ പറയുന്ന സനാതന ധർമ്മത്തിലും മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. അത് മനുഷ്യനേക്കാളും അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം പഠിപ്പിച്ചെടുക്കുന്ന മനുസ്മൃതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് മനുഷ്യനേക്കാളും മനുഷ്യനോട് ഏറ്റവും ക്രൂരത കാണിക്കുന്നതാണ് അവരുടെ വിനോദം. അതിന് അടിവരയിടാൻ പോവുകയാണ്.